കളി മുഴുവൻ മാറി. ഇനി FBI, കേന്ദ്ര ഏജൻസികൾ ഇവരോടൊക്കെയാണ് മൊട്ടയും ആൻഡോയും കൂട്ടത്തിൽ മുൻ ഇടത് സർക്കാരിലെ വമ്പന്മാരൊക്കെ മറുപടി പറയേണ്ടത്. രാജീവ് ചന്ദ്രശേഖർ ഒരുക്കിയ ഈ കെണിയുടെ സർപ്രൈസ് ട്വിസ്റ്റുകളാണ് ഇന്ന് നമ്മൾ നോക്കുന്നത്. കുറച്ചുകൂടി വിശദമായി പറയുകയാണെങ്കിൽ, റിപ്പോർട്ടർ ചാനൽ എന്ന അഴിമതി സാമ്രാജ്യത്തിന്റെ വാതിലുകൾക്ക് ഇനി പൂട്ടിടാൻ പോകുന്നത് BJPയും രാജീവ് ചന്ദ്രശേഖറും ചേർന്ന് തീർത്ത അതീവ ശക്തമായ മണിച്ചിത്ര താഴുകൊണ്ടാണ്. ആഗോള ഫുട്ബോൾ താരം ലയണൽ മെസ്സിയുടെയും അർജന്റീന ടീമിന്റെയും പേരും പറഞ്ഞ് കായികപ്രേമികളുടെ വികാരം വെച്ച് കച്ചവടം നടത്തി അതിലൂടെ 126 കോടി രൂപ വിദേശത്തേക്ക് കടത്തി 22.68 കോടിയുടെ GST വെട്ടിപ്പും ഹവാല ഇടപാടുകളും നടത്തി മാധ്യമ സംസ്കാരത്തെ തന്നെ മലിനമാക്കിയവർ ഇനി എങ്ങോട്ടോടി രക്ഷപ്പെടും? രാജീവ് ചന്ദ്രശേഖറിന്റെ മാസ് എൻട്രിയുടെ EDയുടെ അന്വേഷണത്തിന്റെ മണിച്ചിത്രത്താഴ് ആ പൂട്ട് ഈ തട്ടിപ്പ് സംഘത്തിന് മേൽ വീണു കഴിഞ്ഞു. ഭയന്നോടുന്ന പ്രമുഖ അവതാരകൻ, മാപ്പുസാക്ഷിയാകാൻ ശ്രമിക്കുന്ന പങ്കാളികൾ, കൂട്ടുനിന്ന ഇടത് നേതാക്കൾ, ഇതിനു പിന്നിൽ നടന്ന ഞെട്ടിക്കുന്ന വിദേശ സാമ്പത്തിക കള്ളക്കളികളും മുക്കിക്കളഞ്ഞ തെളിവുകളും കൃത്യമായി ഡാറ്റ സഹിതം തുറന്നു കാട്ടുന്നു. ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാൻ റിപ്പോർട്ടർ TV കളിച്ച മെസ്സി നാടകത്തിന്റെ ഉള്ളറകൾ പരിശോധിച്ചാൽ ആരും ഞെട്ടിപ്പോകും. അനധികൃതമായി 126 കോടി രൂപയാണ് വിദേശത്തേക്ക് കടത്തിയത്. അമേരിക്കയിലെ ഒരു സ്വകാര്യ കമ്പനിയിലേക്ക് റിസർവ് ബാങ്കിന്റെ കണ്ണ് വെട്ടിച്ച് 126 കോടി രൂപ ട്രാൻസ്ഫർ ചെയ്തു. ഒരു സാധാരണ പ്രാദേശിക വാർത്താ ചാനലിന് ഇത്രയും ഭീമമായ തുക വിദേശത്തേക്ക് അയക്കാൻ എവിടെ നിന്നാണ് പണം ലഭിച്ചത്? ഇത് ആരുടെ കള്ളപ്പണമാണ്? 22.68 കോടി രൂപയുടെ ബ്രൂട്ടൽ GST വെട്ടിപ്പ്. ഇന്ത്യൻ GST നിയമപ്രകാരം ഈ തുകയുടെ ട്രാൻസാക്ഷന് മാത്രം 22.68 ലക്ഷം രൂപ GST അടയ്ക്കണം. മാസം എത്ര കഴിഞ്ഞിട്ടും ഈ തുക നൽകിയില്ല. കേന്ദ്ര കായിക മന്ത്രാലയത്തിലെയും AIFFനെയും പറ്റിക്കലാണ് നടത്തിയത്. അന്താരാഷ്ട്ര പ്രദർശന മത്സരം ഇന്ത്യയിൽ നടത്തണമെങ്കിൽ നാഷണൽ ഫുട്ബോൾ ഫെഡറേഷൻ അറിയണം. എന്നാൽ തങ്ങളൊന്നും അറിഞ്ഞിട്ടില്ലെന്ന് AIFF വ്യക്തമാക്കി. അതായത് സംസ്ഥാന കായിക വകുപ്പിന്റെ ലെറ്റർ ഹെഡ് ഉപയോഗിച്ച് കേന്ദ്ര സർക്കാരിനെയും റിസർവ് ബാങ്കിനെയും തെറ്റിദ്ധരിപ്പിച്ച് നടത്തിയ പക്ക ഹവാല ഡ്രൈവാണിത്. ഇത്ര വലിയ സാമ്പത്തിക കുറ്റകൃത്യം നടന്നിട്ടും എന്തുകൊണ്ട് കേരളത്തിലെ GST വകുപ്പും വിജിലൻസും ഒന്നും അനങ്ങിയില്ല? കാരണം ഇവരെ സംരക്ഷിച്ചിരുന്നത് CPMന്റെ ഉന്നത സിൻഡിക്കേറ്റ് ആണ്. GST വിഭാഗത്തിൽ നോട്ടീസുകൾ അയച്ചിട്ടും അന്വേഷണം തടഞ്ഞു വെച്ചതിന് പിന്നിൽ രക്തസാക്ഷി ഫണ്ട് തട്ടിപ്പിൽ വിവാദത്തിലായ പയ്യന്നൂരിലെ മുൻ CPM MLA TI മധുസൂദനന്റെ ഭാര്യ അടക്കമുള്ള ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യമുണ്ടെന്ന ശക്തമായ ആരോപണങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. സ്പെയിനിൽ പോയി ജനങ്ങളുടെ നികുതി പണത്തിൽ നിന്നും 13 ലക്ഷത്തോളം രൂപ യാത്രാഭത്തയായി തട്ടിയ മുൻ മന്ത്രി V അബ്ദുൾ റഹ്മാൻ ഉൾപ്പെടെയുള്ളവർ ഈ റിപ്പോർട്ടർ ചാനൽ ഉടമകൾക്ക് കുട പിടിച്ചിട്ടുണ്ട്. മുൻ സർക്കാരിന് നഷ്ടമൊന്നും സംഭവിച്ചിട്ടില്ല എന്ന് ഉറപ്പില്ലാതെ പറയുന്ന പിണറായി വിജയനും ഭരണകൂടവും മാധ്യമ മാഫിയയ്ക്ക് നൽകിയ ഈ സംരക്ഷണം ജനാധിപത്യത്തിന് തന്നെ കളങ്കമാണ്. എന്നാൽ തട്ടിപ്പുകാർ എത്ര വലിയ സംരക്ഷണം തീർത്താലും കേന്ദ്രഭരണം നയിക്കുന്ന നരേന്ദ്രമോദി സർക്കാരിന്റെ നിയമവ്യവസ്ഥയ്ക്ക് മുന്നിൽ ഇതൊന്നും നടപ്പില്ലല്ലോ. BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ ഇറക്കിയ പ്രസ്താവന അത് കേവലം ഒരു പത്രക്കുറിപ്പല്ല, മറിച്ച് ഈ മാധ്യമ തട്ടിപ്പ് സംഘത്തിന്റെ പെട്ടിക്കടിച്ച അവസാനത്തെ ആണിയാണ്. രാജീവ് ചന്ദ്രശേഖർ വ്യക്തമായി പറഞ്ഞു, ക്രിമിനൽ പശ്ചാത്തലമുള്ളവരും ഗുരുതരമായ സാമ്പത്തിക ആരോപണങ്ങൾ നേരിടുന്നവരും മാധ്യമ സ്ഥാപനങ്ങളുടെ ഉടമസ്ഥത കൈയാളുന്നത് ജനാധിപത്യത്തിന് തന്നെ ഭീഷണിയാണെന്ന്. അല്ലേ? മാധ്യമ സ്വാതന്ത്ര്യം എന്നത് നിയമത്തിന് മുകളിലുള്ള പരിരക്ഷയൊന്നുമല്ല. ഇത്തരക്കാരുടെ സാമ്പത്തിക സ്രോതസ്സുകൾ കേന്ദ്ര അന്വേഷണ ഏജൻസികൾ പുറത്തു കൊണ്ടുവന്നേ തീരൂ. വിദേശ പണമിടപാടുകളിലെ ഫെമ ലംഘനവും കള്ളപ്പണം വെളുപ്പിക്കൽ നിരോധന നിയമപ്രകാരമുള്ള കുറ്റങ്ങളും ഉള്ളതുകൊണ്ട് തന്നെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് അഥവാ EDക്ക് ഇതിൽ നേരിട്ട് കേസെടുക്കാൻ നിയമ തടസ്സങ്ങൾ യാതൊന്നുമില്ല. കേന്ദ്ര ഏജൻസികൾ പൂട്ടുമായി വന്നിറങ്ങുന്നതോടെ വർഷങ്ങളായി മുട്ടിൽ മരമുറി മുതൽ സകല തട്ടിപ്പുകളും നടത്തി മാധ്യമ ലേബലിൽ ഒളിച്ചിരുന്നവർക്ക് ഇനി അഴിയെണ്ണേണ്ടി വരും. കേന്ദ്ര ഏജൻസികൾ പൂട്ടുമായി എത്തുന്നു എന്ന് ഉറപ്പായതോടെ ചാനലിനുള്ളിൽ ഇപ്പോൾ വൻ പരിഭ്രാന്തിയാണ്. ഇതുവരെ വൈകുന്നേരങ്ങളിൽ വന്ന് ജനങ്ങളെ ഉപദേശിക്കുകയും വ്യാജ തെളിവുകൾ ബിഗ് സ്ക്രീനിൽ കാണിച്ച് മുതലാളിമാരുടെ തട്ടിപ്പിന് ന്യായീകരണം ഉണ്ടാക്കുകയും ചെയ്ത അരുൺകുമാറിനെ പോലെയുള്ള പ്രമുഖ അവതാരകർ ഇപ്പോൾ ആകെ ആകുലരാണ്. സ്വന്തം കരിയറും വിശ്വാസ്യതയും തകർന്ന തരിപ്പണമായതോടെ ഇനി മുങ്ങുന്ന കപ്പലിൽ സേഫ് എക്സിറ്റ് നോക്കുകയാണ് ഇവരെല്ലാം. മറുവശത്ത് സാമ്പത്തിക പങ്കാളികളായ ഗോകുലും ഗോപാലൻ പോലും കേസിൽ നിന്നും രക്ഷപ്പെടാൻ മാപ്പുസാക്ഷിയാകാൻ ശ്രമിക്കുന്നു എന്ന വാർത്തകളും പുറത്തു വരുന്നുണ്ട്. ബ്ലാക്ക് മെയിൽ ജേർണലിസത്തിലൂടെയും രാഷ്ട്രീയ പിൻബലത്തിലൂടെയും കെട്ടിപ്പടുത്തൊരു വ്യാജ സാമ്രാജ്യമാണ് ഇന്ന് രാജീവ് ചന്ദ്രശേഖറിന്റെ മണിച്ചിത്രത്താഴ് പൂട്ടിന് മുന്നിൽ തകർന്നു വീഴുന്നത്. ഇത് വെറുമൊരു ചാനലിന്റെ വിഷയം മാത്രമല്ല, മാധ്യമ സ്വാതന്ത്ര്യത്തിന്റെ മറവിൽ നിയമത്തെയും രാജ്യത്തെയും കബളിപ്പിക്കുന്ന വ്യാജന്മാർക്കെതിരെയുള്ള BJPയുടെയും കേന്ദ്ര സർക്കാരിന്റെയും വിട്ടുവീഴ്ചയില്ലാത്ത പോരാട്ടമാണ്.
തട്ടിപ്പുകാരെ സംരക്ഷിക്കുന്ന മുൻ സർക്കാരിനുള്ള ശക്തമായ മുന്നറിയിപ്പാണിത്. രാജ്യത്തിന്റെ നിയമത്തിന് മുകളിലാണ് തങ്ങളെന്ന് കരുതിയവർക്ക് കേന്ദ്ര ഏജൻസികൾ വരും ദിവസങ്ങളിൽ കൃത്യമായ മറുപടി എന്തായാലും നൽകും. ഇത്രയും നേരം നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ ഈ മാഫിയ സിൻഡിക്കേറ്റിന്റെ മഞ്ഞുമലയുടെ ഒരൊറ്റ മാത്രമാണ്. ഇപ്പോൾ പുറത്തു വരുന്ന ഏറ്റവും നിർണായകമായ വിവരങ്ങൾ കൂടി നിങ്ങൾ അറിയേണ്ടതുണ്ട്. ഇവിടെ നടന്നത് കേവലം 126 കോടിയുടെ വിദേശ ഇടപാടും 22.68 കോടിയുടെ GST വെട്ടിപ്പും മാത്രമല്ല. ഇതിന് പിന്നിൽ പ്രവർത്തിച്ചിരിക്കുന്ന ഫിനാൻഷ്യൽ ഹവാല നെറ്റ്വർക്ക് രാജ്യത്തിന്റെ സാമ്പത്തിക ഭദ്രതയ്ക്ക് തന്നെ ഭീഷണിയാണ്. സംസ്ഥാന കായിക വകുപ്പിന് മുന്നിൽ നിർത്തി റിസർവ് ബാങ്കിന്റെയും കേന്ദ്ര ധനമന്ത്രാലയത്തിന്റെയും അനുമതി വ്യാജരേഖകളുടെ മറവിൽ തരപ്പെടുത്തി എടുക്കാൻ ശ്രമിച്ചതിന് പിന്നിൽ വൻ തലച്ചോറുകളാണ് പ്രവർത്തിച്ചിരിക്കുന്നത്. എന്നാൽ തട്ടിപ്പുകാർ മറന്നുപോയൊരു കാര്യമുണ്ട്. ഈ രാജ്യം ഭരിക്കുന്നത് കള്ളപ്പണക്കാരോടും അഴിമതിക്കാരോടും യാതൊരു വിട്ടുവീഴ്ചയും ഇല്ലാത്ത സർക്കാരാണെന്ന്. കാരണം ഇതിനു മുമ്പ് ഇവിടെ സംഭവിച്ചതെല്ലാം അറിയാമല്ലോ. രാജീവ് ചന്ദ്രശേഖർ MLA നേതൃത്വത്തിൽ കേന്ദ്ര ഏജൻസികൾക്ക് സമർപ്പിച്ചിരിക്കുന്ന പരാതികളും ഡാറ്റകളും ഈ വിഷയം തികച്ചും ഒരു നാഷണൽ സെക്യൂരിറ്റി ആൻഡ് ഇൻകം ടാക്സ് ഫ്രോഡ് എന്ന നിലയ്ക്ക് ഉയർത്തിക്കഴിഞ്ഞു. രാജീവ് ചന്ദ്രശേഖർ റിപ്പോർട്ടർ ചാനലിന്റെ അഴിമതി സാമ്രാജ്യത്തിന് മേൽ പൂട്ടിയിരിക്കുന്നത് സാധാരണ ഒരു പൂട്ടല്ല, മറിച്ച് സാമ്പത്തിക കുറ്റകൃത്യങ്ങൾ നേരിടുന്ന കേസ് ഡയറികളും ആധികാരിക തെളിവുകളും ഉൾക്കൊള്ളുന്ന ഒരു അന്തിമ പൂട്ട് തന്നെയാണ്. ഇനി ഇവർക്ക് മുമ്പിൽ രക്ഷപ്പെടാനുള്ള വഴികൾ ഓരോന്നായി അടയുകയും ചെയ്യുന്നുണ്ട്. അതായത് ഒന്നാമത് ഫെമ, അതായത് കള്ളപ്പണം വെളുപ്പിക്കൽ നിരോധന നിയമം. ബാങ്കിംഗ് ഇതര ചാനലുകളിലൂടെയും വ്യാജ വിദേശ കമ്പനികളുടെ മറവിലും പണം ട്രാൻസ്ഫർ ചെയ്തതിന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് എടുക്കുന്ന കേസിൽ ജാമ്യം പോലും ലഭിക്കാത്ത വകുപ്പുകളാണ് വരാൻ പോകുന്നത്. ഇനി നമുക്ക് SFIOയിലേക്ക് വരാം, സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ്. അതുപോലെ CBI നടപടികൾ. മാധ്യമ സ്ഥാപനത്തിന്റെ ലേബിളിൽ സമാന്തര കമ്പനികളെ ഉണ്ടാക്കി ഓഹരി ഉടമകളെയും പൊതുജനങ്ങളെയും പറ്റിച്ചതിന് SFIOയുടെയും CBIയുടെയും ഈ കേസിലേക്ക് പ്രവേശിക്കുന്നതോടെ കഥ എന്തായാലും പൂർണ്ണമാകും. പിന്നെ ഇതുവരെ ഇടതുപക്ഷം നൽകിയ സുരക്ഷാ കവചത്തിൽ ഒളിച്ചിരുന്നവർ ഓർക്കുക, ഇപ്പോൾ അവരല്ല ഭരിക്കുന്നത്. അവർ ഇപ്പോൾ പ്രതിപക്ഷത്തെത്തി. കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണ പരിധിയിൽ നിന്നും വന്നു കഴിഞ്ഞാൽ ഒരു സംസ്ഥാന സർക്കാരിനും ഇവർക്ക് വേണ്ടി കുടപിടിക്കാനും പറ്റില്ല. പയ്യന്നൂരിലെ പാർട്ടി ഫണ്ട് തട്ടിപ്പുകാരും GST ഉദ്യോഗസ്ഥരും നൽകിയ വഴിവിട്ട സഹായങ്ങൾ പോലും അന്വേഷണ പരിധിയിലേക്ക് വരുന്നതോടെ CPM പ്രതിരോധത്തിലാകും. സ്വന്തം നിലനിൽപ്പ് അപകടത്തിലാണെന്ന് മനസ്സിലാക്കിയാണ് ചാനലിന്റെ മുൻനിര ബിംബങ്ങളും പ്രധാന അവതാരകരും ഇപ്പോൾ തടിയൂരാനായി ശ്രമിക്കുന്നത്. എറണാകുളത്തെ വൻകിട ഹോട്ടൽ ഇടപാടുകൾ മുതൽ മുട്ടിൽ മരമുറി വരെയുള്ള കള്ളപ്പണ സ്രോതസ്സുകളെല്ലാം പുറത്തു വരുമ്പോൾ മാധ്യമ സംസ്കാരത്തിന്റെ വക്താക്കളായി ചമഞ്ഞവർ ജനമധ്യത്തിൽ നഗ്നരാക്കപ്പെടുകയാണ്. ഇത് മാധ്യമ സ്വാതന്ത്ര്യത്തിനെതിരെയുള്ള പോരാട്ടമല്ല, മറിച്ച് മാധ്യമ പ്രവർത്തനത്തിന്റെ മറവിൽ ബിസിനസ് തട്ടിപ്പും കള്ളപ്പണ ഇടപാടും നടത്തുന്ന ക്രിമിനൽ കൂട്ടുകൾക്കെതിരെയുള്ള BJPയുടെ ബോൾഡായിട്ടുള്ള രാഷ്ട്രീയ നിലപാടാണ്. നിയമത്തിന് മുന്നിൽ എല്ലാവരും സമന്മാരാണ്. തട്ടിപ്പ് നടത്തി ജനങ്ങളെയും സർക്കാരിനെയും പറ്റിച്ചവർ എത്ര വലിയ മാധ്യമ കൊമ്പന്മാരായാലും അഴിയെണ്ണപ്പെടേണ്ട കാലം അതിദൂരമല്ല. എന്തായാലും ഈ വിഷയം നമ്മളിവിടെ അവസാനിപ്പിക്കുന്നില്ല. വരുന്ന ദിവസങ്ങളിൽ കേന്ദ്ര ഏജൻസികളുടെ ഓരോ നീക്കവും കൃത്യമായ തെളിവുകളോടെ തന്നെ നമ്മൾ നിങ്ങളിലേക്ക് എത്തിക്കും. എന്തായാലും ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ, സംശയങ്ങൾ തീർച്ചയായും കമന്റ് ചെയ്യൂ. മറ്റൊരു വിഷയമായി വീണ്ടും എത്തും വരെ നന്ദി.